ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ തംബ്നെയിലിൽ പറഞ്ഞ പോലെ തന്നെ ഇന്ന് എൻ്റെ ബർത്ത്ഡേ ആണ് കേട്ടോ. ഇന്നെന്ന് പറഞ്ഞാൽ ജൂൺ 9 ആണ് ഡേറ്റ്. കാര്യം ഞാനിത് എന്നായിരിക്കും എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്യണമെന്ന് എനിക്ക് തന്നെ അറിയില്ല. അതുകൊണ്ടാണ് ഡേറ്റ് പറയണത്. അപ്പോൾ അത് ബർത്ത്ഡേ ആയിട്ട് വൈകിട്ട് നമ്മളൊന്ന് പുറത്തേക്ക് പോകാം കേട്ടോ. കേക്ക് കട്ടിങ് കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. ഞാനത് പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു ചേട്ടനോട്. കേക്ക് കട്ടിങ് ഒന്നും എനിക്ക് തീരെ താല്പര്യമില്ലാത്തൊരു വിഷയമാണ്. അപ്പോൾ അതൊന്നും വേണ്ട, ജസ്റ്റ് പുറത്തേക്ക് പോകാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങളൊന്ന് പോവാണേ. അപ്പോൾ കാലത്ത് തന്നെ അതിനും ചേട്ടനും കൂടെ കടയിൽ പോയിട്ട് എനിക്കൊരു ഡയറി മിൽക്ക് കൊണ്ടുവന്ന് തന്നിട്ടുണ്ട് കേട്ടോ ആള്. പിന്നെ എൻ്റെ ചേച്ചിയുടെ കല്യാണം കഴിഞ്ഞ വർഷം തൊട്ട് എൻ്റെ കല്യാണം കഴിയുന്നവരെ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് കേക്ക് മുറിച്ചിട്ടുണ്ട് കേട്ടോ. എൻ്റെ ബർത്ത്ഡേക്ക്. കാര്യം ചേട്ടനും ചേച്ചി അവിടെ നിന്ന് വരുമ്പോൾ ഒരു കേക്കും കൊണ്ടാണ് വരുന്നത്. കല്യാണം കഴിഞ്ഞിട്ടുള്ള ആദ്യത്തെ ബർത്ത്ഡേ ഇവിടെ കേക്ക് മുറിച്ചിട്ടുണ്ടായിരുന്നു. പിന്നീട് അങ്ങോട്ട് ഞാൻ ശ്രീമോനോട് പറഞ്ഞു കേക്ക് വാങ്ങിക്കണ്ട, എനിക്ക് കേക്ക് മുറിക്കുന്നതിനോട് താല്പര്യമില്ല, അതുകൊണ്ട് എനിക്ക് കേക്കൊന്നും വാങ്ങിക്കണ്ട കേട്ടോ എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നേ. അത് കഴിഞ്ഞിട്ട് വൈകുന്നേരം നമ്മളൊന്ന് പുറത്തേക്ക് ഇറങ്ങിയ സമയത്ത് നല്ല മഴ ഉണ്ടായിരുന്നു. ബൈക്കിന് പോകാനായിരുന്നു ആദ്യം പ്ലാൻ ചെയ്തത്. പിന്നെ മഴ കാരണം നമ്മളിത് ഓട്ടോക്ക് പോവാണ്ട. അപ്പോൾ പോണ വഴിക്കാണ്ട ഞാൻ ശ്രീമോനോട് പറഞ്ഞത് നമുക്കൊരു ഹോട്ടലിൽ നിന്ന് അച്ഛനും അമ്മക്കുള്ള ഫുഡ് വാങ്ങിച്ചു കൊടുക്കാമെന്ന്. കാര്യം അമ്മക്ക് ഒന്നാമതേ വയ്യ, അമ്മ കിടപ്പായിരുന്നു. വിളിച്ചപ്പോൾ അമ്മ കിടക്കാമെന്നാണ് പറഞ്ഞത്. അപ്പോൾ രാത്രിത്തേക്ക് അവർക്ക് ഫുഡ് ഉണ്ടോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് ഡൗട്ട് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു എന്തായാലും ബർത്ത്ഡേയും കൂടി അല്ലേ, ബർത്ത്ഡേ ആയിട്ട് അവരെ കണ്ടുമില്ല അന്നത്തെ ദിവസം. അപ്പോൾ പോണ വഴി നമുക്ക് അവർക്ക് ഫുഡ് വാങ്ങിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് അടുത്തുള്ള ഹോട്ടലിൽ നിന്ന് നമ്മൾ നെയ്ച്ചോറും ചിക്കൻ കറിയും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നിട്ട് അവർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട്. അമ്മ ചിക്കൻ കറിയൊന്നും കഴിക്കില്ല, അമ്മ അതിൻ്റെ ചാറേ കഴിക്കുള്ളൂ, എന്നാലും ചോറ് കഴിക്കാമല്ലോ. അപ്പോൾ കഴിഞ്ഞിടെ അമ്മ ഒന്ന് പറയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു നെയ്ച്ചോറ് കഴിക്കാൻ ആഗ്രഹമുണ്ടെന്ന്. അപ്പോൾ അതും കൂടെ വാങ്ങിയിട്ട് നമ്മൾ പോകാനായിട്ട് അവരെ കാണാൻ വേണ്ടിയിട്ട് നമ്മൾ ചെന്നപ്പോൾ തന്നെ അമ്മ കിടക്കായിരുന്നിട്ട്. അതുകൊണ്ട് ക്യാമറ ഓണാക്കി ചെന്നതിന് എനിക്ക് കുറേ വഴക്ക് കിട്ടി. അതൊന്നും ഷൂട്ട് ചെയ്യേണ്ട, അമ്മേനെ ഷൂട്ട് ചെയ്യരുത് എന്നൊക്കെ പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ മഴക്കാലമാണ്, അതുകൊണ്ട് തുണിയൊന്നും വിരിക്കാനുള്ള സൗകര്യം ഇല്ലാത്തതുകൊണ്ടിട്ട് അകത്ത് തന്നെ അഴ കെട്ടിയിട്ടാണ് കേട്ടോ തുണിയൊക്കെ വിരിച്ചേക്കുന്നത്. നമ്മൾ ഒരു വീടിൻ്റെ അപ്സ്റ്റെയറിലാണ് കേട്ടോ, റെൻറ്റിനാണ് കേട്ടോ താമസിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ ഒരു ഹോൾ, ഒരു കിച്ചൺ, ഒരു റൂം, ബാത്റൂം, പിന്നെ ഒരു ബാൽക്കണി, ഇതാണ് ആകെ ഉള്ളത്. അതുകൊണ്ട് നമ്മൾ ആ ഭാഗത്തൊക്കെയാണ് അഴയൊക്കെ കെട്ടി തുണിയൊക്കെ വിരിക്കണത്. അപ്പോൾ അച്ഛന് ഫുഡ് കൊടുത്തു. അച്ഛൻ വിചാരിച്ച് ഞങ്ങൾ അവിടെ ഇരുന്നിട്ട് കഴിക്കാൻ വേണ്ടി വന്നതാണെന്ന്. പിന്നെ ഞങ്ങൾ പുറത്തേക്ക് പോകുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നേ. അപ്പോൾ കഴിഞ്ഞ കൊല്ലമൊക്കെ അച്ഛൻ്റെ അമ്മയുടെയും കൂടെ ഞങ്ങൾ പുറത്ത് പോയിട്ടാ. ഇപ്രാവശ്യത്തെ ഞങ്ങളാണ് പോണത്. നമുക്ക് വയ്യാത്തതുകൊണ്ടിട്ട് ഞങ്ങൾ മാത്രമാണ് കേട്ടോ പുറത്തേക്ക് പോണത്. അപ്പോൾ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും അമ്മ എണീറ്റിരുന്നിട്ടാ. 2 ദിവസം മുമ്പ് അമ്മൂമ്മനെ കാണാനായിട്ട് ചേച്ചിയും ചേട്ടനും അവിടെ നിന്ന് വന്നിട്ടുണ്ടായിരുന്നു. ഇല്ലെങ്കിൽ അവരിന്ന് വന്നാനേ. അപ്പോൾ ചേച്ചിയാണെങ്കിൽ ജോലിക്കും പോയിട്ട് രാത്രി 7 മണിയൊക്കെ ആവും വീട്ടിലെത്തുമ്പോൾ. പിന്നെ അവിടെ നിന്ന് ഇവിടെ വരെ വരിക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഭയങ്കര റിസ്ക് ഉള്ള പരിപാടിയാണ്. അതുകൊണ്ടിട്ടാണ് അവർ ഞായറാഴ്ച വന്ന് അമ്മമ്മനെ കണ്ടിട്ട് പോയത്. അപ്പോൾ നമ്മൾ കുറച്ച് നേരം വീട്ടിൽ അമ്മേനോട് അച്ഛനോടൊക്കെ വർത്താനം പറഞ്ഞിരുന്നിട്ട് പിന്നെ നമ്മൾ നേരെ പോയിട്ടാ. ഒന്നോർത്താൻ ഞങ്ങൾ ഫുഡും കൊണ്ട് ചെന്നാൽ നന്നായിട്ട് അവരൊന്നും വെച്ചിട്ടുണ്ടായിരുന്നില്ല. രാവിലത്തെ പുട്ടുണ്ടായിരുന്നത് ചൂടാക്കി കഴിക്കാനുള്ള പ്ലാനായിരുന്നു രണ്ടുപേരും. അച്ഛനും അമ്മയും ഡയറ്റിങ്ങിലാണ്. അപ്പോൾ അവർ രാത്രി ഹെവി ആയിട്ടുള്ള ഫുഡൊന്നും കഴിക്കാറില്ല, ലൈറ്റായിട്ട് എന്തെങ്കിലുമൊക്കെ കഴിക്കുള്ളൂ. ഓട്സ് അങ്ങനെ എന്തെങ്കിലുമൊക്കെയാണ് കഴിക്കുന്നത്. അപ്പോൾ രാവിലത്തെ ഗോതമ്പൂട്ടുണ്ട്, അത് ചൂടാക്കി കഴിക്കാമല്ലോ എന്ന് വിചാരിച്ചിരിക്കായിരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഫുഡും കൊണ്ട് ചെന്ന സ്ഥിതിക്ക് ഇന്നത്തെ ഒരു ദിവസം അവർ ഡയറ്റിങ് അങ്ങോട്ട് കട്ട് ചെയ്തിട്ടാണ്. അത് അതിനും ആണെങ്കിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അതിനും അമ്മേനെ കണ്ടപ്പോൾ തന്നെ നമ്മുടെ മേത്തേക്ക് ചാടി വീണിട്ട് അവിടെ തന്നെ ഇരിക്കുകയായിരുന്നു. ഞങ്ങളോട് പൊക്കോ അതിന് വന്നില്ല, നാളെ വരാമെന്നാണ് കേട്ടോ പറഞ്ഞത്. അലമ്പേ മന്തിത്തല്ലേ? അപ്പൊ അതിന് എന്ത് വേണം? അങ്ങനെ കുറച്ചേരം അവരുടെ കൂടെ ഇരുന്നിട്ട് പിന്നെ നമ്മൾ ഇറങ്ങിയിട്ടാ. അങ്ങനെ നമ്മൾ നേരെ പോയത് തൃപ്പൂണിത്തുറയിലേക്കാണ്. എനിക്ക് മൂക്കുത്തി വാങ്ങിച്ചു തരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ചേട്ടൻ. അപ്പോൾ അത് വാങ്ങിക്കാൻ വേണ്ടി പോയതാണ്. അപ്പോൾ ഇതിന് മുമ്പ് ഞാൻ വെള്ളിയുടെ മൂക്കുത്തി എടുത്തത് ഈ കടയിൽ നിന്നല്ല കേട്ടോ, തൃപ്പൂണിത്തുറയിൽ വേറെ കടയിൽ നിന്നാണ് എടുത്തത്. അപ്പോൾ ഇത് തന്നെ ഈ ഒരു കട ഫസ്റ്റ് കണ്ടപ്പോൾ ഞാൻ ജസ്റ്റ് കയറിയെന്നേ ഉള്ളൂ. പക്ഷേ ഞാൻ ഉദ്ദേശിച്ച മോഡൽ അവിടെ ഉണ്ടായിരുന്നില്ല. അപ്പോൾ അവിടെ നിന്ന് വാങ്ങിയില്ല. നമ്മൾ ഇറങ്ങിയിട്ട് കഴിഞ്ഞ പ്രാവശ്യം വാങ്ങിച്ച കടയിലേക്ക് നമ്മൾ നടന്നിട്ടാ. അങ്ങനെ നമ്മൾ മൂക്കുത്തി കടയിലേക്ക് പോകുന്ന വഴിയാണ് കേട്ടോ വാച്ച് കട കണ്ടിട്ട് അവിടെ കയറാൻ ചേട്ടൻ പറഞ്ഞത്. നമുക്ക് ജസ്റ്റ് ഒന്ന് റേറ്റ് നോക്കി പോകാമെന്നാണ് പറഞ്ഞത്. കാര്യം കഴിഞ്ഞ ബർത്ത്ഡേ തൊട്ട് പറയുന്നുണ്ട് വാച്ച് വാങ്ങിച്ചു തരാമെന്ന്. അപ്പോൾ ഞാനായിട്ട് പറയുകയാണ് വേണ്ട, ഇപ്പോൾ വേണ്ട, കാശുള്ളപ്പോൾ മതി എന്ന് പറഞ്ഞിട്ട് ഞാനായിട്ട് പിന്നീട് വേണ്ടെന്ന് പറഞ്ഞാണ്. അപ്പോൾ ചേട്ടൻ നമുക്ക് ജസ്റ്റ് റേറ്റ് തിരക്കിയിട്ട് പോകാമെന്ന് പറഞ്ഞിട്ട് നമ്മൾ കയറിയതാണ് കേട്ടോ. അങ്ങനെ ഒരു വാച്ച് സെലക്ട് ചെയ്ത് എനിക്കൊന്ന് ഇഷ്ടപ്പെട്ടിട്ട് സെലക്ട് ചെയ്ത്. എനിക്കിങ്ങനെ വാച്ചൊന്നും സെലക്ട് ചെയ്തെടുക്കാൻ അറിയില്ല. അപ്പോൾ എനിക്ക് ഗോൾഡൻ കളറിലെ വാച്ച് വേണമെന്നുണ്ടായിരുന്നു. അങ്ങനെ ഒരു റോസ് ഗോൾഡിൻ്റെ വാച്ച് ആ ചേച്ചിനോട് തന്നെ ഞാൻ പറഞ്ഞ നല്ല നോക്കിയെടുത്ത് തരാൻ വേണ്ടിയിട്ട്. അങ്ങനെ ജസ്റ്റ് ഒരെണ്ണം ട്രയൽ ചെയ്ത് നോക്കി. പക്ഷെ ഞാനിതല്ല എടുത്തത്, വേറൊരു വാച്ച് എനിക്ക് ഇഷ്ടപ്പെട്ടിട്ട് അതെടുത്തേ. ഇഷ്ടപ്പെട്ടാ? പൊളിയാണോ? സെറ്റ് എടുത്തോ. അതിനമ്മനൊക്കെ ഹായ് 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 ഹായ്. എന്താ പിന്നെ
ഈ ഒരു ക്ലോക്ക് എനിക്ക് ഇഷ്ടപ്പെട്ടിട്ട് ഇതിനൊക്കെ നിസ്സാര വിലയുള്ളൂ കേട്ടോ, 600 രൂപയെ താഴെ ഉള്ളൂ. അപ്പോൾ ഞങ്ങളുടെ വീട്ടിലെ ക്ലോക്ക് കംപ്ലൈൻറ്റ് ആയപ്പോൾ അച്ഛനും ചേട്ടനും കൂടെ പോയി എറണാകുളത്ത് നിന്ന് ഒരു ഞണക്ക ക്ലോക്ക് വാങ്ങിച്ചിട്ട് വന്നത് തന്നെ ഒരു 400 രൂപ അടുത്തായിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് വെച്ച് നോക്കുമ്പോഴത്തേന് ഈ ക്ലോക്ക് അടിപൊളിയാണ് കേട്ടോ. അങ്ങനെ നമ്മളിതാ വാച്ച് എൻ്റെ സൈസിനനുസരിച്ച് കൈയിൻ്റെ അളവിനനുസരിച്ചിട്ട് അവർ കണ്ണിൽ ചെറുതാക്കി തന്നു. പിന്നെ നമ്മൾ പേയ്മെൻറ്റ് ചെയ്ത് അവിടെ നിന്ന് ഇറങ്ങിയിട്ട് നേരെ പോയത് തമ്മനത്തുള്ള ക്ലബ് ഷവായിലേക്കാണ് കേട്ടോ. മന്തി കഴിക്കാൻ പോയതാണ്. ഞാനന്ന് പറഞ്ഞില്ലേ കസിൻ്റെ ഒപ്പം ഒക്കെ പോയിട്ട് നമ്മൾ അൽഫസലൂഫ് മന്തി മറ്റേ കുബാബേന്ന് കഴിച്ചിട്ടുണ്ടായിരുന്നു. അതെനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവിടെ വരെ പോകാനായിട്ട് ഇപ്പോൾ സമയമില്ല. അതുകൊണ്ട് ഞങ്ങൾ നേരെ തമ്മനത്ത് പോയി അവിടെ നിന്ന് ഞങ്ങൾ മസാല മന്തിയാണ് കേട്ടോ കഴിച്ചിട്ടുണ്ടായിരുന്നത്. എനിക്കിത് അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. എനിക്കിത് ഉപ്പ് കുറവുള്ള പോലെ തോന്നി. ഇനി അതിൻ്റെ ടേസ്റ്റ് അതാണോ എന്ന് എനിക്കറിയില്ല. ഞാൻ മന്തി അങ്ങനെ കഴിച്ച് തുടങ്ങിയല്ലേ ഉള്ളൂ. അതുകൊണ്ട് വേറെ ഫ്ലേവറൊന്നും എനിക്കറിയില്ല. അതുകൊണ്ട് അതിനകത്ത് കണ്ട എനിക്കിങ്ങനെ പുഴുങ്ങിയ പോലത്തെ ചിക്കൻ ഇഷ്ടമല്ലാത്തതുകൊണ്ടിട്ടാണ് കുറച്ച് മസാല ഉള്ളത് പറഞ്ഞത്. അതിനും കഴിച്ചായിരുന്നിട്ട് ആ മന്തി അവന് ഇഷ്ടമായി എന്ന് തോന്നുന്നു. പിന്നെ ഇവനെല്ലാ ഫുഡും ഒരുപോലെയാണല്ലോ. പിന്നെ എനിക്കാണെങ്കിൽ രാത്രി അധികം ഫുഡൊന്നും പറ്റില്ല കേട്ടോ. ഇത്ര ഹെവി ഫുഡൊന്നും എനിക്ക് രാത്രി കഴിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര പ്രയാസമാണ്. അതുകൊണ്ട് ഞാൻ കുറച്ച് ഫുഡാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. റൈസ് കുറച്ചേ എടുത്തുള്ളൂ. എൻ്റെ കഴിഞ്ഞ് പോയ ബർത്ത്ഡേ ഒക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ ഈ ഒരു ബർത്ത്ഡേ എനിക്ക് ഭയങ്കര സന്തോഷമുള്ളൊരു ബർത്ത്ഡേ ആയിരുന്നു കേട്ടോ. നല്ലൊരു ദിവസമായിരുന്നു. അതിൻ്റെ കാരണം എന്താണെന്നുള്ളത് ഞാൻ വഴിയെ പറയാം. അതിനാണെങ്കിൽ നമ്മൾ വാച്ച് വാങ്ങി ഇറങ്ങി ഹോട്ടലിലേക്ക് വരും വരെ ആൾ ഉറക്കം തൂങ്ങി കിടക്കായിരുന്നു കേട്ടോ വണ്ടിയിൽ. ഭക്ഷണമൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് ഞാൻ വിചാരിച്ചു അതിന് വീടെത്തുന്നതിന് മുമ്പായിട്ട് ഉറങ്ങിപ്പോകുന്നു ഈ അപ്പട്ട. അവനാണെങ്കിൽ നല്ല ആക്റ്റീവായിരുന്നു. വീടെത്തിയിട്ട് കുറേ നേരം കഴിഞ്ഞിട്ടാണ് അവൻ ഉറങ്ങിയത് കേട്ടോ. അപ്പോൾ ഞാൻ സ്പെഷ്യലാണെന്ന് പറഞ്ഞതിൻ്റെ കാരണം എന്താ പറയാൻ കേട്ടോ, വേറെ ഒന്നുമല്ല. എനിക്കാണെങ്കിൽ ഇങ്ങനെ ഞാൻ നേരത്തെ എപ്പോഴും ഇങ്ങനെ ചിന്തിക്കുമായിരുന്നു കേട്ടോ, കാശുണ്ടാക്കിയിട്ട് വേണം കുറേ ആൾക്കാരെയൊക്കെ സഹായിക്കാൻ, കുറേ പാവപ്പെട്ടവർക്ക് ഭക്ഷണമൊക്കെ വാങ്ങിച്ചു കൊടുക്കണമെന്നൊക്കെ ഞാൻ ഇങ്ങനെ ചിന്തിക്കുവേ. പക്ഷേ ഇപ്പോഴാണ് എനിക്ക് തിരിച്ചറിവ് വന്നത്, എന്തിനാണ് ഞാൻ വേറെ കാശുണ്ടാക്കുന്നത്? നമ്മളെന്തായാലും പുറത്ത് പോയി ഭക്ഷണം കഴിക്കുന്നുണ്ട്. അപ്പോൾ ഒരാൾക്കുള്ളൊരു ഭക്ഷണം എക്സ്ട്രാ വാങ്ങിച്ചു എന്ന് വെച്ചിട്ട് നമുക്ക് എന്ത് നഷ്ടമാണ് അതിൽ വന്നതെന്നൊക്കെ ഇപ്പോഴാണ് ഞാനത് തിരിച്ചറിയണത്. അതുവരെ ഞാൻ വിചാരിച്ചത് കാശുണ്ടാക്കിയിട്ട് മറ്റുള്ളവരെ സഹായിക്കണം എന്നാണ്. അപ്പോൾ ഞാൻ ചേട്ടനോട് പറയൂ കേട്ടോ, ചേട്ടൻ ഇങ്ങനെ പുറത്തുനിന്നൊക്കെ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ചേട്ടൻ പുറത്ത് പോയാൽ ഊണേ കഴിക്കുള്ളൂ. അപ്പോൾ ഒരു പൊതി ചോറ് ഒരാൾക്ക് കൂടെ എക്സ്ട്രാ വാങ്ങിച്ചു കൊടുക്കണം കേട്ടോ. ആ റോഡരികിലൊക്കെ ആരെങ്കിലുമൊക്കെ ഉണ്ടാവുമല്ലോ, അവർക്കും കൂടെ എക്സ്ട്രാ ഒരു പൊതി ചോറ് വാങ്ങിച്ചു കൊടുക്കണമെന്നൊക്കെ ഞാൻ ചേട്ടനോട് എപ്പോഴും പറയാറുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ ഇന്നത്തെ എൻ്റെ ബർത്ത്ഡേ ദിവസം നമ്മൾ കഴിച്ച ഫുഡല്ലാതെ എക്സ്ട്രാ ഒരു പൊതി ഫുഡും കൂടെ വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്നിട്ട് നമ്മളത് ഒരു ഫാമിലി ആയിരുന്നു എന്നാൽ ചേട്ടൻ പറഞ്ഞു. ഞാൻ പോയില്ല, അങ്ങോട്ട് ചേട്ടനാണ് പോയി കൊടുത്തത്. ചേട്ടൻ കണ്ടപ്പോൾ തന്നെ ആ കൊച്ചു ഓടി വന്നെന്നാണ് പറഞ്ഞത്. നമ്മുടെ അതിനുൻ്റെ പ്രായമുള്ളൂ എന്ന് പറഞ്ഞൊരു പെൺകുട്ടിയായിരുന്നു എന്ന് പറഞ്ഞു. ആ കൊച്ചു അതിൻ്റെ അമ്മയും അച്ഛനും കൂടെ ഉണ്ടായിരുന്നത്. ഭക്ഷണം കഴിച്ചോ എന്ന് ചോദിച്ചിട്ട് ചേട്ടൻ അവർക്ക് ആ പൊതി കൊടുത്തു എന്ന് പറഞ്ഞിട്ട് എനിക്ക് അതിൻ്റെ മനസ്സ് നിറഞ്ഞു. ഭയങ്കര സന്തോഷമായിട്ട് എനിക്ക് അതാണ് ഞാൻ പറഞ്ഞത്, ഈ വർഷത്തിൻ്റെ ബർത്ത്ഡേ ഭയങ്കര സ്പെഷ്യലായിട്ട് എനിക്ക് തോന്നിയെന്ന്. ഈ കോരി ചൊരിയണ മഴയത്ത് വൈറ്റിലയിൽ പാലത്തിൻ്റെ അടിയിലായിരുന്നിട്ട് അവർ കിടന്നിട്ടുണ്ടായിരുന്നത്. എനിക്ക് അങ്ങനെയൊക്കെ കാണുമ്പോഴത്തേനും ഭയങ്കര സങ്കടമാണ്. പ്രത്യേകിച്ച് അതിനുണ്ടായതിന് ശേഷമാണ് എനിക്കിങ്ങനെ മക്കളെയൊക്കെ കാണുമ്പോഴത്തേനും എനിക്ക് നമ്മുടെ കുഞ്ഞിൻ്റെ കാര്യമാണ് ഓർമ്മ വരുന്നത്. അപ്പോൾ എന്തായാലും ഈ വർഷത്തെ ബർത്ത്ഡേ ഇങ്ങനെ അവസാനിച്ചു. എന്തായാലും ഞാൻ ഒരുപാട് ഹാപ്പിയാണ്. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ വീഡിയോ ലൈക്ക് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതിനെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ എന്തെങ്കിലും അഭിപ്രായങ്ങളോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റിൽ ചോദിക്കുക. നല്ലതാണെങ്കിലും ചീത്തയാണെങ്കിലും ചോദിക്കുക, അഭിപ്രായങ്ങളൊക്കെ പറയുക. അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.